ഉരുളക്കിഴങ്ങ് കൊണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രൗണീൻ്റെ റെസിപ്പിയാണ്. കാണാനുള്ള ലുക്ക് മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. ആദ്യം 1 കപ്പ് അളവിൽ ഉരുളക്കിഴങ്ങ് എടുത്ത് ഇതേപോലെ വേവിച്ചെടുക്കുക. വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ഒരു ബൗളിലേക്ക് ഇടുക. നല്ലതുപോലെ ഉടച്ചെടുക്കുക കേട്ടോ. കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ നമുക്ക് മാഷ് ചെയ്തെടുക്കണം. ഇനി മാഷ് ചെയ്തെടുത്ത ഈ പൊട്ടറ്റോയിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പഞ്ചസാരയും ഉരുളക്കിഴങ്ങും കൂടെ നമുക്കൊരു ബീറ്റർ വെച്ച് നല്ലതുപോലെ ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇൻ കേസ് കയ്യിൽ ബീറ്റർ ഇല്ല എങ്കിൽ വിസ്ക് വെച്ച് ബീറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ബീറ്റർ ആകുമ്പോൾ നമുക്ക് കുറച്ച് അധികം സമയമൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. വിസ്ക് ആകുമ്പോൾ നമുക്ക് കൈയൊക്കെ കഴിക്കും, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്ക് വിസ്ക് വെച്ച് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. ഇനി വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ വലിയ ബൗൾ എടുക്കാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ എൻ്റെ പോലെ ഇവിടെ പഞ്ചസാരയൊക്കെ തെറിച്ച് പോകും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ്. അപ്പോൾ 2 വലിയ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് കയ്യിലില്ലെങ്കിൽ അതിന് പകരം ബട്ടർ, അതല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ, ഇതിലേത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കൂടാതെ തന്നെ 1/2 കപ്പ് അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബ്രൗണി സെറ്റായി വരില്ല. ബ്രൗണിയോ അതല്ലെങ്കിൽ കേക്കോ നമ്മൾ എന്തുണ്ടാക്കിയാലും അത് സെറ്റായി വരില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് അളവിൽ മൈദ, അതുപോലെ തന്നെ 2 വലിയ ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. അപ്പോൾ ബേക്കിംഗ് സോഡ കയ്യിലില്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല, ബേക്കിംഗ് പൗഡർ മാത്രമായിട്ട് ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലൊരു തിക്ക് പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്. സാധാരണ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു 6 ആക്ക് ആ ഒരു പരുവത്തിലല്ലേ നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഈ ബ്രൗണിക്ക് നല്ല തിക്ക് പരുവായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട്, എന്നാലേ കറക്റ്റ് ബ്രൗണിയായിട്ട് സെറ്റായി വരത്തുള്ളൂ. ഇനി നമ്മളൊരു മോൾഡ് എടുക്കുക. മോൾഡിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കണം, ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചാലും മതി. അതിനുശേഷം നമ്മുടെ ഈ ഒരു ബാറ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. പിന്നെ കയ്യിൽ ചോക്കോ ചിപ്സും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിൽ 10 രൂപയുടെ ഡയറി മിൽക്ക് ഉണ്ടല്ലോ, അതിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി യൂഷ്വൽ ഓവൻ സെറ്റപ്പ് ആയ ഒരു പാൻ വയ്ക്കുക. അടി കട്ടിയുള്ള പാൻ വയ്ക്കുക. അതിലേക്ക് ഒരു തിരുവ വെച്ച് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 5 മിനിറ്റ് മുമ്പ് പ്രീഹീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ ബാറ്ററി വെച്ച് കൊടുത്ത് 30 മുതൽ 35 മിനിറ്റ് വരെ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രൗണി ഇവിടെ റെഡിയാവും. അതിനുശേഷം പിന്നെ ചെയ്യേണ്ടത്, നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം ഡിമോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് നല്ലതുപോലെ ഡിമോൾഡ് ചെയ്ത് കിട്ടില്ല. അപ്പോൾ കണ്ടോ, നമ്മൾ ഓയിൽ തേച്ചത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്നും ഒരു പണിയും ഇല്ലാതെ തന്നെ നമുക്കതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ലുക്കാണ്. ഈ കാണുന്നതിനുള്ള ലുക്ക് മാത്രമല്ല, കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കി വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ, അപ്പോൾ തന്നെ കാലി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.